മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രാമുഖ്യം നൽകണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വകുപ്പ് ഏകീകരിക്കുന്നതിന്റെ പ്രയോജനം ജനങ്ങൾക്കാകെ ലഭ്യമാവും. വകുപ്പിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ ഈ ഏകീകരണം സഹായിക്കണം. ഏകീകരണം നടന്നിട്ട് അധികമായിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ ചില ബാലാരിഷ്ടതകൾ ഉണ്ടാവും. ആദ്യഘട്ടത്തിലാണ് അതിൻ്റെ ഒരു ട്രാൻസിഷൻ പീരീഡിലാണ് ഇപ്പോഴും നമ്മളുള്ളത്. അപ്പോൾ ചില പ്രായോഗികമായ പ്രശ്നങ്ങളൊക്കെ വരും. അതെല്ലാം തരണം ചെയ്തുകൊണ്ട് വകുപ്പ് ഏകീകരണത്തിന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് കൈവരിക്കാൻ തീർച്ചയായും കഴിയും. അടുത്ത സാമ്പത്തിക വർഷം മുതൽ ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ മാനദണ്ഡമാക്കിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പാൻ ഫണ്ട് അനുവദിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മാലിന്യ സംസ്കരണത്തിൽ ജനങ്ങളുടെ മനോഭാവം പ്രാധാന്യമാണ്. ഇത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ തെറ്റായ ബോധ്യങ്ങൾ ഉണ്ട്. അവ തിരുത്തി ബോധവൽക്കരണം നടത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. ശുചിത്വത്തിൽ മുന്നോട്ട് പോകുന്നതിന് ജനപ്രതിനിധികളാണ് പ്രധാന ഉത്തരവാദിത്തം മന്ത്രി പറഞ്ഞു. സ്വരാജ് ട്രോഫി നൽകുന്നതിനുള്ള മാനദണ്ഡത്തിൽ 75% മാർക്ക് മാലിന്യ സംസ്കരണ പദ്ധതി പുരോഗതിക്കും, 10% മാർക്ക് അതിദരിദ്ര നിർമ്മാർജ്ജനത്തിനും കേന്ദ്ര ഫണ്ട് വിനിയോഗത്തിനുമായിരിക്കും അടുത്ത തവണ മുതൽ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ വകുപ്പിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനാണ് വകുപ്പ് ഏകീകരണം നടപ്പിലാക്കിയത്. സമൂഹത്തിന് അടുത്തുള്ള ജനങ്ങൾക്ക് ഏറ്റവും സുതാര്യമായ സേവനം വേഗത്തിൽ ലഭ്യമാകുമെന്ന് ഉറപ്പുവരുത്താനും സൗഹാർദ്ദപരമായ സമീപനത്തിൽ ഊന്നിയ ജനകീയ ഉദ്യോഗ സംവിധാനം രൂപപ്പെടുത്താനുമാണ് തദ്ദേശ വകുപ്പ് ഏകീകരണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഏകീകൃത വകുപ്പിന് പുതിയ കെട്ടിടം നിർമ്മിച്ചുള്ള മലപ്പുറം സംസ്ഥാനത്തിന് മാതൃകയായിരിക്കുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യവും വർദ്ധിപ്പിക്കാനും അഴിമതി ഇല്ലാതാക്കാനും പൗരന്മാർക്ക് സേവനം അതിവേഗം ലഭ്യമാക്കാനുമായി ജനുവരി 1 മുതൽ നഗരസഭാ കോർപ്പറേഷനുകൾ കെ-സ്മാർട്ട് എന്ന ഏകീകൃത സോഫ്റ്റ്വെയർ നടപ്പിലാക്കിയിരിക്കുകയാണ്. ചട്ടപ്രകാരം അപേക്ഷ ഓൺലൈനായി സമർപ്പിച്ചാൽ നിമിഷങ്ങൾക്കുള്ളിൽ കെട്ടിട പെർമിറ്റുകൾ ഓൺലൈനായി ലഭ്യമാകും. ജനനമരണ രജിസ്ട്രേഷൻ തിരുത്തൽ എന്നിവ ഓൺലൈനായി ചെയ്യാം. കെ-സ്മാർട്ട് വഴി സർട്ടിഫിക്കറ്റുകൾ ഇമെയിലായും വാട്സാപ്പിലൂടെയും ലഭ്യമാകും. രാജ്യത്ത് ആദ്യമായി എവിടെ നിന്നും ഓൺലൈനായി വിവാഹ രജിസ്ട്രേഷൻ സാധ്യമാകുന്ന സംവിധാനം ഏപ്രിൽ 1 മുതൽ പഞ്ചായത്തുകളിലും നിലവിൽ വരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ പി. ഉബൈദുള്ള എം.എൽ.എ. അധ്യക്ഷനായിരുന്നു. ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് മുഖ്യാതിഥിയായിരുന്നു. ഫ്രണ്ട് ഓഫീസ് ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡയറക്ടർ വി.ആർ. പ്രേംകുമാറും കോൺഗ്രസ് ഹബ് ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ എം.ജി. രാജമാണിക്യവും നിർവഹിച്ചു. മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാനരി, ജില്ലാ ആസൂത്രണ സമിതി അംഗം ഇ.എൻ. മോഹൻദാസ്, നഗരസഭാ കൗൺസിലർ കെ.പി. ഷെരീഫ്, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരൻ, പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കലാം മാസ്റ്റർ, തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ സദാനന്ദൻ എന്നിവരും സംബന്ധിച്ചു. മലപ്പുറത്തിന്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് പരിശുദ്ധിയുടെ തങ്കത്തിളക്കം നൽകി 22ാം വാർഷികത്തിലേക്ക് കടക്കുന്ന സഹാറ ഗോൾഡൻ ഡയമണ്ട്. ഏറ്റവും പുതിയ മോഡലിൽ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, ആന്റിക് ബ്രൈഡൽ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ 18 കാരറ്റ് ആഭരണങ്ങളുടെയും റോസ് ഗോൾഡ് ആഭരണങ്ങളുടെയും അത്യപൂർവ കളക്ഷൻസ്. വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക ആനുകൂല്യം, വിശാലമായ പാർക്കിംഗ് സൗകര്യം. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.